ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾക്ക് ഒരു പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് നോക്കാൻ പോകും. അതിന് നല്ല പരിപ്പ്, ചെറുപയർ പരിപ്പ് ഒരു പാത്രത്തിലെടുത്ത് നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ആദ്യം തന്നെ പരിപ്പ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് ഒരു കുക്കറിൽ 1-2 വിസിലടുപ്പിച്ചിട്ട് നമ്മൾ അത് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഈ നമ്മൾ കഴുകിയ പരിപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെക്കുക. ഏകദേശം ഒരു 1-2 വിസിൽ, ഒരു വിസിലായാലും പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ 2 വിസിലാക്കിന്, അതുകൊണ്ട് കുറച്ച് നല്ലോണം വെന്തത് പോലെ ഉണ്ടാവും. ഇതിന് ആവശ്യമായ ഒരു 2 തേങ്ങ എടുത്തത്, 2 തേങ്ങ ചിരകി അതെടുത്ത് വെക്കുക. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായ ശർക്കര നമ്മളതിൽ കല്ലും ഇതെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് ഡയറക്റ്റ് ഇടാണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഉരുക്കി അരിച്ച് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടായിട്ടില്ല. ആ സമയത്ത് തന്നെ ഒരു ഫാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച്, നല്ല നാടൻ പശുവിൻ നെയ്യാണ്, അങ്ങനെ നെയ്യ് അതിലൊഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടുക. അങ്ങനെ അണ്ടിപ്പരിപ്പിട്ട് ഒരു ചെറിയ തീയിലിങ്ങനെ നല്ലപോലെ ഇളക്കി റെഡിയാക്കി എടുക്കുക. അന്നേരം തന്നെ അതിലേക്ക് കുറച്ച് മുന്തിരിയും ഒന്നിച്ചെന്നെ ഇടുക. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് രണ്ടും ഒന്നിച്ചൊരു കളറ് മാറുന്നത് വരെ ആ എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ വറുത്ത് കളർ മാറിക്കഴിഞ്ഞാൽ അത് കോരിയെടുത്ത് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ പരിപ്പ് നമ്മൾ 2 വിസിൽ അടിച്ചതാണ്. നിങ്ങൾ ഒന്നാക്കിയാൽ കുറച്ച് പരിപ്പൊക്കെ കാണാനുണ്ടാകും. 2 വിസിലടിച്ചുകൊണ്ട് കുറച്ച് നല്ല വെന്ത പോലെ ഉണ്ടാവും. ആ പരിപ്പിലേക്ക് നേരത്തെ പറഞ്ഞ ശർക്കര, ഉരുക്കി വെച്ച ശർക്കര അരിച്ച് ക്ലീനാക്കിയതാണ് അതിൽ ചേർക്കുന്നത്. അങ്ങനെ അതിന് കുറച്ച് ഒരു ഉപ്പും വേറി കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയാണ്. പക്ഷേ അതിൽ തേങ്ങാപ്പാലെല്ലാം ചേർക്കാനുണ്ടായതുകൊണ്ട് നമ്മൾ വെച്ച പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് നമ്മൾ പാത്രം ഒന്ന് മാറ്റാമെന്നാണ് കൂട്ടി. അതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മൊത്തം ഒന്ന് മാറ്റി വയ്ക്കുകയായിരുന്നു. നമ്മളെ ഉരുളിയിലേക്ക് തന്നെ അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ച്, അല്ല 2-ാം പാലാണ് ആദ്യം ഒഴിച്ചത്. കുറച്ച് തിളച്ച് റെഡിയായി വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചതിൽ 1-ാം പാൽ ഒഴിച്ച് കുറച്ച് തീ കൂടുതൽ കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കാനില്ല. നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ ഏലക്ക, ചുക്ക്, പഞ്ചസാര അത് 3 കൂടി പൊടിച്ചതാണ്, അതും വേറി, പിന്നെ നേരത്തെ പൊരിച്ച് വെച്ച വറുത്ത് വെച്ച അണ്ടിയും മുന്തിരി അതും അതിൻ്റെ മേലെ വേറി. അങ്ങനെ നമ്മളെ പരിപ്പ് പായസം റെഡിയായി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പരിപ്പ് പായസം. ആ പരിപ്പ് പായസം തിളച്ച് കോരി വരുന്നുണ്ട്. ഇത് ഗ്ലാസ് കുടിക്കുന്ന ലെവലിലാണ് നമ്മൾ ആക്കിയത്. അതിനൊരു പാത്രത്തിൽ തണിയാൻ ചൂടെല്ലാം കുറയാൻ കോരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്ലാസ്സിലേക്ക് അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിൽ കോരി വെക്കുന്നു. അങ്ങനെ ഗ്ലാസ്സിലങ്ങ് കോരി ചൂടൊക്കെ കുറഞ്ഞാൽ കുടിക്കുക. നല്ല ചൂട് കുടിച്ചാൽ ശരിയാവില്ല. അങ്ങനെ ഇത് ഗ്ലാസ്സിലെല്ലാം ഒഴിച്ച് പായസം ഇങ്ങനെ കുടിക്കുക. ഈ ഓണത്തിന് എല്ലാവർക്കും ആക്കാൻ പറ്റിയ
സിമ്പിളായിട്ട് പായസമാക്കാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കാം. വീട്ടിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക.